നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. ഒരുവിധം ഒട്ടുമിക്ക എല്ലാ നല്ല പടങ്ങളെല്ലാം കണ്ടു തീർത്തും. നിങ്ങൾക്കിപ്പോൾ ഒരു പടം കാണാൻ ഒരു മൂടുണ്ട്, പക്ഷേ നല്ലൊരു പടങ്ങളൊന്നുമില്ല, പക്ഷേ 2-3 മണിക്കൂർ ഇങ്ങനെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ജസ്റ്റ് ടൈം പാസ് എന്ന രീതി, നിങ്ങളില്ല എക്സ്പെക്ട് ചെയ്തൊന്നും ഓർക്കല്, ജസ്റ്റ് ഒരു ടൈം പാസ് എന്ന രീതി കാണാൻ പറ്റിയൊരു ഹൊറർ മൂവി പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഒരു എബോവ് ആവറേജ് മോളിൽ നിൽക്കുന്നൊരു പടമല്ല, വെറും കച്ചറപ്പടമല്ല, ജസ്റ്റ് എ വാച്ചബിൾ മൂവി, അത്രേ മാത്രമേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല. പടത്തിൻ്റെ പേര് സ്കേറി സ്റ്റോറീസ് ടു ടെൽ ഇൻ ദ ഡാർക്ക് എന്നാണ്. അതായത് 2019 ഇറങ്ങിയൊരു ഹൊറർ മൂവിയാണ്. ഒരു 2 മണിക്കൂർ അടുത്ത സമയമുള്ളത്. ടിപ്പിക്കൽ ക്ലീഷേ സാധനങ്ങളെല്ലാം ഉണ്ട്, ഒത്തിരി ജെംസ്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വെറും കച്ചറപ്പടം എന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ച് നല്ല രസമുണ്ട്, ചുമ്മാ കണ്ടിരിക്കാം. ബോറടിച്ചിരിക്കുമ്പം നമ്മൾ റീൽ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്ന രീതി കണ്ടിരിക്കാവുന്നൊരു പടം. സംഭവം ഒന്നുമില്ല. 1969 ഒരു പെൻസിൽവേനിയ സംഭവിക്കുന്ന ഒരു കഥയാണ്. അതായത് ആ ഒരു ഹാലോവിൻ ഡേക്ക് അവിടെ നോർമലി അറിയാമല്ലോ, നമ്മൾ ഈ ഹാലോവിൻ ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗോസ്റ്റിൻ്റെ കുറേ പ്രോസ്തറ്റിക് മേക്കപ്പ് പോലെയൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ സിറ്റി കൂടെ ഇറങ്ങി നടക്കുന്ന സമയം. അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു കൊട്ടാരം പോലെ അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഹോണ്ടഡ് ബംഗ്ലാവ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അതിനെ ചുറ്റിപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നോർമൽ ഇംഗ്ലീഷ് സിനിമയെ സംഭവിക്കുന്ന നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് തപ്പി കണ്ടുപിടിച്ച് നായികയും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടെ അവിടെ പോകും. അതാണ് നോർമൽ ഹൊറർ മൂവിയുടെ കോൺസെപ്റ്റ്. ഇതിനകത്തും അതുപോലെ തന്നെ അവരിങ്ങനെ ഒരു വീടിനെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. പാതിരാത്രി 12 മണിക്ക് തന്നെ അവർക്ക് ആ വീട്ടിൽ തന്നെ പോകണം. ക്ലീഷയാണ്, എന്നാലും അവരൊക്കെ പോയി അവിടെ ചെന്നു. അവിടെ കുറേ സംഭവങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് ബാക്കിയൊക്കെ നടക്കുന്നതാണ് സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം. ഞാൻ ഒത്തിരി പറയുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നോർമലി നമ്മുടെ ഈ കോൺജറിങ് ഇൻസിഡൻസ് അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു പടം കാണണമെങ്കിൽ മാത്രം വാച്ച് ചെയ്യാവുന്ന ഒരു പടമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, ഒരു പണിയില്ലെങ്കിൽ ചുമ്മാ പോയി കാണാവുന്നൊരു പടം സ്കേറി സ്റ്റോറി ടു ടെൽ ഇൻ ദ ഡാർക്ക്. കുഴപ്പമില്ല. പണ്ടത്തെ നമ്മൾ ഇഷ്ടംപോലെ കേട്ട് മറന്ന കഥ തന്നെ. അതേ ഭയങ്കര കുറേ ക്ലീഷേ സാധനം ടിപ്പിക്കൽ നമ്മുടെ പ്രേത സിനിമയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ചുമ്മാ ഞാൻ ഇവിടെ ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് കണ്ടത്, ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കാണുന്നത്. ഇത് ഞാൻ എൻ്റെ കുറച്ച് രംഗങ്ങൾ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പം എനിക്കും ഇതേപോലെ പടങ്ങളൊന്നും കാണാനില്ല, ഒട്ടുമിക്ക എല്ലാ സംഭവം കണ്ടു തീർത്തു. വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ചുമ്മാ പോയി കണ്ടു നോക്കുക. സോ 2 മണിക്കൂർ അടുത്ത് പടമുണ്ട്, കണ്ടിരിക്കാം. തരക്കേടില്ല, നല്ല പടമൊന്നുമില്ല, തരക്കേടില്ല, ചുമ്മാ ഒന്നും അറിയാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ പടം ഒന്ന് കണ്ടു നോക്കുക. 2019 ഇറങ്ങിയ സ്കേറി സ്റ്റോറീസ് ടു ടെൽ ഇൻ ദ ഡാർക്ക്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.